അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്, അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു നല്ല റെസിപ്പിയാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. എന്ന് വിചാരിച്ചിട്ട് കുട്ടികൾക്ക് മാത്രമേ കഴിക്കാൻ പറ്റുന്നില്ല, വലിയ ആൾക്കാർക്കും കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മക്രോണി റെസിപ്പിയാണ്. നമ്മൾ ഇതിനകത്ത് സോസുകളൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സോസ് ഒന്നും ചേർക്കാതെ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് മക്രോണി വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെക്കാം. അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഏത് ഓയിലായാലും കുഴപ്പമില്ല. പിന്നെ അതൊന്ന് തിളക്കാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തോട്ട് 1 കപ്പ് മക്രോണി ചേർത്ത് കൊടുക്കുക. അളവൊക്കെ നിങ്ങളുടെ എത്ര ആൾക്കാരുണ്ടെന്നനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1 കപ്പ് എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്കൊരു 5-8 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറി ഒരു വെള്ള കളറിനകത്തോട്ട് വരും, നല്ല സോഫ്റ്റായിട്ട് മാറും. അപ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓവർ കുക്കായി പോവരുത്. എന്നിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിനറിനകത്തോട്ട് മാറ്റിയിട്ട് അതിനകത്ത് ഡയറക്റ്റ് കുറച്ച് തണുത്ത വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കില്ല, നമുക്ക് നന്നായിട്ട് കിട്ടും. എന്നിട്ടൊന്ന് വെള്ളം കളഞ്ഞ് വെച്ചാൽ മതി. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാനിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. കുട്ടികളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ ഒരു സവാളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഒത്തിരി അങ്ങ് നന്നായിട്ട് വഴറ്റണമെന്നില്ല, അതിൻ്റെ ആ കടിക്കുന്ന ഒരു പരുവം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കുക കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ സാധാരണ ഈ നൂഡിൽസും അതുപോലെ തന്നെ മാക്രോണിയൊക്കെ ഉണ്ടാക്കും, വെജിറ്റബിൾസ് ഒരുപാട് അങ്ങ് കുക്ക് ചെയ്യാറില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിന് ചെയ്യുന്നത്. ഒത്തിരി അങ്ങ് വഴറ്റി പേസ്റ്റ് പോലെ ആക്കണ്ട. ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ്, അപ്പോൾ എരിവ് കുറവാണ്. അപ്പോൾ കുട്ടികളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം. നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് മല്ലിയില ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ 2 മുട്ട ചിക്കി പൊരിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും ഇട്ടിട്ട് അതും ഇതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് ഒരു പകുതി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ മസാല ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മളിത് ചേർക്കുന്നത്. കാരണം മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അങ്ങ് മിക്സ് ചെയ്താൽ ഇത് കുഴഞ്ഞു പോകും. അപ്പോൾ സൂക്ഷിച്ച് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് മുട്ട വേണമെങ്കിൽ 3ഓ 2ഓ എത്ര വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇവിടെ 2 എണ്ണ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിത് 2 മിനിറ്റ് വേവിച്ചെടുത്തതാണ്. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മക്രോണിയാണ്. ഇനി ലാസ്റ്റായിട്ട് ഞാൻ സ്പ്രിംഗ് ഓനിയൻ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ കുട്ടികൾക്ക് ഇടയ്ക്ക് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കാറുണ്ടാവും. അപ്പോൾ ഒരു തവണ ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അവർക്ക് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നില്ലെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ തന്നെ സബ്സ്ക്രൈബ് എന്നുള്ള റെഡ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ തന്നെ തൊട്ടടുത്തൊരു ബെല്ലിൻ്റെ പടവും കൂടെ വരും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരുപാട് നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇടയ്ക്ക് അതുപോലെ കുട്ടികളുടെ റെസിപ്പീസും കൊണ്ടുവരാം. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.